പറ്റിച്ചല്ലോ നമ്മളെ ബാലകൃഷ്ണനല്ലേ. അത് ഫൈറ്റ് ചെയ്യും. അതിന്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും. പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. എന്റെ കയ്യിൽ എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. എല്ലാവർക്കും ജീവിക്കണമല്ലോ. നാളെ ആർക്കെതിരെയും വരാം. അങ്ങനെ ഒരു പെൺകുട്ടീനെ എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അവര് സംസാരിച്ചിട്ടില്ല. ആരാണ് പെൺകുട്ടി? പുറത്തു പറയരുത്. അത്രക്ക് മോശക്കാരിയാണോ? ഐ മീൻ ടമാർ പെടാഠേഠോ അല്ലെന്ന്. ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ്. മൊത്തം കുഴപ്പമില്ലെന്നോ? അലിഗേഷൻസ് വരുമ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത്. എല്ലാരും സംശയിക്കുന്ന സ്ഥിതിക്ക് അങ്ങനെ സംശയിച്ചൂടെ? മാധ്യമങ്ങളിൽ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോ നമ്മളെ പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ. മിണ്ടില്ല ഞാൻ ന്യൂസ് ഇടുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ഒരു ബേസ് എങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട്. മലയാളിസിന്റെ വില കളയാൻ റീസൺ ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഓടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. മുകളിലത്തെ പണി തീർന്നോ സാർ? താഴത്തെ പണിയും തീർന്നു. അത് കണ്ണ് തള്ളിയിരിക്കണ അറിയാം. അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ച് എല്ലാവരും കാണണമെന്ന് പറഞ്ഞത്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ചെയ്തു. ഞാൻ അറിഞ്ഞത് FIR രജിസ്റ്റർ ചെയ്തു എന്നാണ്. അപ്പൊ FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമത്തിന്റെ വഴിയിലാണ് പോവുള്ളൂ. ഇതൊക്കെ എങ്ങനെ നടക്കും ആദ്യം പറ. ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിന്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അതിന്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. അംഗങ്ങൾക്കൊന്നും ഒരു ഭംഗവും ദൈവാധീനം കൊണ്ട് സംഭവിച്ചില്ല.